പഴയകാല പെന്തക്കോസ്തു സഭയുടെ ചിത്രങ്ങൾ പരതുന്നതിനിടയിൽ ഞാനൊരു ചിത്രം കണ്ടു. ആ ചിത്രം കണ്ട ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. എന്താണ് ആ ചിത്രം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയുടെ IPCയുടെ നേതാക്കളിൽ ഒരാളായിരുന്ന പാസ്റ്റർ KE എബ്രഹാമിൻ്റെ പാദം മറ്റൊരാൾ കഴുകുന്നു. ഞാൻ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കി. റോബർട്ട് F കുക്കിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കാലത്തെ ചിത്രമല്ല അതെന്നെനിക്ക് മനസ്സിലായി. പ്രായമായ ശേഷം എടുത്ത ചിത്രമാണത്. KE എബ്രഹാമിൻ്റെ കാല് കഴുകുന്നത് IPCയിലെ മറ്റൊരു ആദരണീയ ശുശ്രൂഷകനാണ്. പക്ഷേ IPCയുടെ പിളർപ്പ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഈ ഫോട്ടോ എടുത്തതെന്ന് കണ്ടാൽ മനസ്സിലാകും. IPCയിൽ കാൽകഴുകൽ ശുശ്രൂഷ കർത്തൃമേശ, ജലസ്നാനം പോലെ പ്രധാന ശുശ്രൂഷയല്ല. അത് ഇപ്പോൾ IPCയിലെ ഏതെങ്കിലും സഭ ചെയ്യുന്നുണ്ടോ എന്നും അറിയില്ല. എന്താണ് കാൽകഴുകൽ ശുശ്രൂഷ? ബൈബിളല്ല, യേശു എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് നോക്കാം. യോഹന്നാൻ 13 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് പാദം കഴുകൽ ശുശ്രൂഷയുടെ അടിസ്ഥാനം. ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുക, പരസ്പര സ്നേഹത്തോടെ സേവിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുക. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി. ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ മാതൃക തന്നിരിക്കുന്നു. യോഹന്നാൻ 13 അധ്യായം 15 വാക്യം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല. 13 അധ്യായം 8 വാക്യം. പാദം കഴുകൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. താഴ്മ. നേതാവായ യേശു ദാസൻ്റെ ജോലി ചെയ്തു. പരസ്പര സേവനം. വിശ്വാസികൾ പരസ്പരം സേവിക്കണം. ആത്മീയ ശുദ്ധി. ദൈനംദിന ജീവിതത്തിലെ മലിനതകളിൽ നിന്ന് വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തൽ. സഹോദര സ്നേഹം. സഭയിലെ ഐക്യവും സ്നേഹവും പ്രകടമാക്കുന്നു. എന്തുകൊണ്ടാണ് പെന്തക്കോസ്തു വിശ്വാസികൾ കാല് കഴുകൽ നടത്തുന്നത്? ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ വ്യക്തമായ ബൈബിൾ അധിഷ്ഠിതമായ കാരണങ്ങളും ആത്മീയ അർത്ഥങ്ങളുമുണ്ട്. യേശുവിൻ്റെ കൽപ്പന യോഹന്നാൻ 13 അധ്യായത്തിൽ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇതിൻ്റെ പ്രധാന അടിസ്ഥാനം. അവസാന അത്താഴ സമയത്ത് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം ഇങ്ങനെ പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകി, എങ്കിൽ നിങ്ങളും തമ്മിൽ കാലുകളെ കഴുകേണ്ടതാകുന്നു. ചില പെന്തക്കോസ്തു വിശ്വാസികൾ ഈ വാക്യത്തെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്നു. താഴ്മയുടെ വലിയ പാഠം. പഴയകാല യഹൂദ പശ്ചാത്തലത്തിൽ വീട്ടിലെ ഏറ്റവും താഴ്ന്ന വേലക്കാരായിരുന്നു അതിഥികളുടെ കാലുകൾ കഴുകിയിരുന്നത്. യേശു സ്വയം ഒരു ദാസനായി താഴ്ന്നുകൊണ്ട് അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ പഠിപ്പിച്ചു. മറ്റൊരാളുടെ മുന്നിൽ മുട്ടുകുത്തി അവരുടെ കാൽ കഴുകുമ്പോൾ അത് സ്വന്തം ഉള്ളിലെ അഹങ്കാരവും ഈഗോയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഐക്യത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകം. ഞങ്ങൾ തമ്മിൽ യാതൊരു വിവേചനവുമില്ലെന്നും പരസ്പരം തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തുല്യരാണെന്നുമുള്ള പ്രഖ്യാപനവുമാണ് പാദം കഴുകൽ ശുശ്രൂഷയിലൂടെ കാണുന്നത്. എങ്ങനെയാണ് പാദം കഴുകൽ ശുശ്രൂഷ നടത്തുന്നത്? ഇതല്പം വിപുലീകരിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നവരെക്കാൾ കൂടുതൽ അനുഷ്ഠിക്കാത്തവരാണ് ഇന്ന് നമുക്കിടയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും മാന്യത നിലനിർത്താനുമായി സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകം 2 വിഭാഗങ്ങളായി മാറ്റുന്നു. പുരുഷന്മാർ ആരാധനാലയത്തിന് ഒരു വശത്തോ പ്രത്യേക മുറിയിലോ, സ്ത്രീകൾ മറ്റൊരു വശത്തോ ഒത്തുചേരുന്നു. പരസ്പരം പാദം കഴുകുവാൻ ഒരുങ്ങുന്നു. വിശ്വാസികൾ 2 പേരടങ്ങുന്ന ജോഡികളായോ ചെറിയ കൂട്ടങ്ങളായോ തിരിയുന്നു. ചൂടുവെള്ളം നിറച്ച പാത്രങ്ങളും തോർത്തുകളും തയ്യാറാക്കി വെക്കുന്നു. ഒരാൾ കസേരയിലിരിക്കുന്നു, മറ്റേയാൾ വെള്ളവുമായി ഒരുങ്ങി നിൽക്കുന്നു. പ്രാർത്ഥനാപൂർവം കഴുകുന്നു. താഴെ ഇരിക്കുന്നയാൾ യേശുവിനെപ്പോലെ അരയിൽ തോർത്ത് ചുറ്റി കസേരയിലിരിക്കുന്ന ആളുടെ കാലുകളിൽ വെള്ളമൊഴിച്ച് പതുക്കെ കഴുകി തുടയ്ക്കുന്നു. ഈ സമയത്ത് അവർ പരസ്പരം പ്രാർത്ഥിക്കുകയോ പാടുകയോ ചെയ്യുന്നു. പിന്നീട് സ്നേഹവും കൂട്ടായ്മയും പങ്കിടുന്നു. ആദ്യത്തെ ആളുടെ കാലുകൾ കഴുകിക്കഴിഞ്ഞാൽ അവർ പരസ്പരം സ്ഥാനം മാറുന്നു. രണ്ടാമത്തെയാൾ കസേരയിലിരിക്കുകയും ആദ്യത്തെയാൾ താഴെ ഇരുന്ന് കാലുകൾ കഴുകുകയും ചെയ്യുന്നു. ചടങ്ങിന് ശേഷം അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ദൈവസ്നേഹവും സമാധാനവും പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ പാദം കഴുകൽ ശുശ്രൂഷ ഇന്നും ചെയ്തു വരുന്ന സഭകൾ ചർച്ച് ഓഫ് ഗോഡ്, ഇന്ത്യ പെന്തക്കോസ്ത് മിഷൻ, സായാഹ്ന ദീപം തുടങ്ങിയ സഭകളാണ്.
എന്താണ് IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച് എന്നീ സഭകൾ പാദം കഴുകൽ ശുശ്രൂഷ നടത്താത്തത്? കാരണം എന്താണെന്ന് നോക്കാം. യോഹന്നാൻ 13 കർത്താവിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള കൽപ്പനയായി അല്ല, താഴ്മയും പരസ്പര സ്നേഹവും സേവനവും പഠിപ്പിക്കുന്ന മാതൃകയായി മാത്രം അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അതിനാൽ അവർ കാൽകഴുകൽ ശുശ്രൂഷ നടത്താറില്ല. പകരം അതിൻ്റെ ആത്മീയ തത്വങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ പാലിക്കണമെന്ന് പഠിപ്പിക്കുന്നു. കേരളത്തിൽ നിങ്ങൾ ഒരു ചർച്ച് ഓഫ് ഗോഡ് സഭയിലാണ് പോകുന്നതെങ്കിൽ അവിടെ വർഷാവസാന യോഗത്തിൽ കർത്തൃമേശയോടൊപ്പം കാൽകഴുകൽ ശുശ്രൂഷയും കാണാൻ സാധിക്കും. എന്നാൽ IPC പോലുള്ള സഭകളിൽ കർത്തൃമേശ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാ പെന്തക്കോസ്തു സഭകളും ഇത് അക്ഷരാർത്ഥത്തിൽ ചെയ്യാറില്ല. അസംബ്ലീസ് ഓഫ് ഗോഡ് പോലുള്ള വലിയ പെന്തക്കോസ്തു വിഭാഗങ്ങൾ ഇതിനെ ഒരു പ്രതീകാത്മകമായ കാര്യമായി കാണുകയും പരസ്പരം സഹായിക്കുന്ന ദാസൻ്റെ മനോഭാവമാണ് ഉണ്ടാകേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം സഭകളിൽ ഈ ചടങ്ങ് നിർബന്ധമായി നടത്താറില്ല. കേരളത്തിലെ പ്രമുഖ പെന്തക്കോസ്തു വിഭാഗങ്ങൾക്കിടയിൽ ജലസ്നാനം, കർത്തൃമേശ എന്നിവയോടൊപ്പം കാലുകഴുകൽ ശുശ്രൂഷയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡ്, ദി പെന്തക്കോസ്ത് മിഷൻ, സായാഹ്ന ദീപം തുടങ്ങിയ സഭകളിലാണ് കേരളത്തിൽ ഈ ചടങ്ങ് ഏറ്റവും ക്രമമായി നടക്കുന്നത്. സാധാരണയായി വർഷത്തിൽ ചില പ്രത്യേക സമയങ്ങളിലോ അല്ലെങ്കിൽ കർത്തൃമേശയോടനുബന്ധിച്ചോ ആണ് ഇത് നടത്തുക. AG, IPC എന്തുകൊണ്ട് ഈ സഭകൾ ഇത് ചെയ്യുന്നില്ല? ഈ സഭയുടെ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് പ്രതീകാത്മകമായ അർത്ഥം യേശു കാലുകഴുകലിലൂടെ പഠിപ്പിച്ചത് പരസ്പരമുള്ള താഴ്മയും ദാസൻ്റെ ദാസ്യ മനോഭാവവുമാണ്, അല്ലാതെ അതൊരു ചടങ്ങായി ആവർത്തിക്കാനല്ല. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് 2 പ്രധാന ശുശ്രൂഷകൾ മാത്രമാണ്: ജലസ്നാനവും കർത്തൃമേശയും. ഇതിനൊപ്പം മറ്റൊരു ബാഹ്യ ആചാരം കൂടി കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നാണ് ഈ സഭകളുടെ നിലപാട്. കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡ്, സായാഹ്ന ദീപം, ദി പെന്തക്കോസ്ത് മിഷൻ സഭകൾ പാദം കഴുകൽ ശുശ്രൂഷയെ വളരെ താല്പര്യപൂർവ്വമാണ് കാണുന്നത്. ഈ ശുശ്രൂഷ വർഷത്തിൽ എത്ര തവണയാണ് നടത്താറുള്ളത്? ചർച്ച് ഓഫ് ഗോഡ് ആണ്ടർ ദി മീറ്റിങ്ങിനോടനുബന്ധിച്ചാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. ദി പെന്തക്കോസ്ത് മിഷൻ മാസയോഗത്തോടനുബന്ധിച്ചും. സായാഹ്ന ദീപം, കർത്തൃമേശ നടത്തുന്ന സമയങ്ങളിലെല്ലാം പാദം കഴുകൽ ശുശ്രൂഷ അനുഷ്ഠിക്കാറുണ്ട്. ആദ്യകാല പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ചില വിഭാഗങ്ങൾ കാൽകഴുകൽ ശുശ്രൂഷ പതിവായി ആചരിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ പല പെന്തക്കോസ്ത് സഭകളും, അതിൽ IPC ഉൾപ്പെടെ, അതിനെ നിർബന്ധമായ സഭാ ആചാരമായി തുടരാതെ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് മാറ്റി. മാത്രമല്ല, വലിയ കൺവെൻഷനുകളിൽ ആയിരക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തി കാൽകഴുകൽ ശുശ്രൂഷ നടത്തുക പ്രായോഗികമായി നടക്കുന്നതായിരുന്നില്ല. IPC പോലെയുള്ള പെന്തക്കോസ്ത് സഭകളിൽ പാദം കഴുകൽ ശുശ്രൂഷ ആരംഭിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം അഹന്തയും അഹങ്കാരവും ഒരു പരിധിയിലപ്പുറമാകുമ്പോൾ ദൈവം പറഞ്ഞ ഈ ശുശ്രൂഷ ഒരു പക്ഷെങ്കിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായാലോ? ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.